بسم الله الرحمن الرحيم. يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ ബദം 1016 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 109 മുതൽ 112 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമഇദിൻ ലാ തൻഫഉ الشفاعة إلا من أذن له الرحمن ورضي له قولا يعلم ما بين أيديهم وما خلفهم ولا يحيطون به علما وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 109 മുതൽ 112 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവബഹുലമായ ചരിത്ര സാക്ഷ്യങ്ങൾ വിവരിച്ചതിന് ശേഷം പിന്നിട്ട സമൂഹങ്ങളുടെ കഥകൾ, വളരെ പ്രാധാന്യമുള്ള കഥകൾ നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നത് താങ്കൾക്കും മനുഷ്യ സമൂഹത്തിനുമുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ഉത്ബോധനം എന്നുള്ള നിലക്കാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. അന്ത്യനാളിൽ ഈ ഉത്ബോധനമൊന്നും പ്രയോജനപ്പെടാത്തവരായിക്കൊണ്ട് ഈ ദൈവികമായ വെളിപ്പാടുകളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ജീവിതത്തിൽ മറ്റൊരു ദിശയിൽ നീങ്ങിയ ആളുകൾ വലിയ പാപഭാരങ്ങളും പേറിക്കൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളില് പ്രത്യക്ഷപ്പെടുക. ആ അപമാനകരമായ പാപഭാരം പേറിക്കൊണ്ടുള്ള അവസ്ഥയിൽ അവര് നിത്യമായി കഴിയുന്നവരായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ നാളിൽ അവര് വഹിച്ചുകൊണ്ടുവരുന്ന ആ ഭാരം, ആ ഭാണ്ഡങ്ങൾ തീർച്ചയായിട്ടും അപമാനകരമായതാണ് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. കുറ്റവാളികളെ കാഹളത്തിൽ ഊതുന്ന നാളില് കണ്ണുകൾ നീലിച്ചവരായിക്കൊണ്ട് നാം ഒരുമിച്ച് കൂട്ടും. അവര് പരസ്പരം പതിഞ്ഞ സ്വരത്തിൽ പറയുക, വളരെ കുറഞ്ഞ നാളുകൾ മാത്രമാണ് തങ്ങൾ കഴിഞ്ഞുകൂടുകയുണ്ടായത് എന്നതാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നത് കൃത്യമായി തന്നെ എണ്ണിക്കണക്കാക്കി പറയുന്ന ആളുകൾ അവരുടെ ഭൂമുഖത്തെ വാസക്കാലത്തെ കുറിച്ച് പറയുന്നത് അതൊരു ദിവസം അല്ലെങ്കിൽ അതിനോടൊക്കെ അടുത്ത ഒരു സമയം എന്നൊക്കെ ആയിരിക്കും. എന്നിട്ട് അവര് പർവ്വതങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. ഭൂമി അടിമേൽ മറിക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ നാളിൽ ഈ ചുറ്റുപാടുമുള്ള പർവ്വതങ്ങൾ എങ്ങനെയായിരിക്കും, അവയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അവരൊരു ചോദ്യം ഉന്നയിച്ചു.
അള്ളാഹു അതിന് മറുപടിയായി പറയുകയുണ്ടായത്, യൻസിഫുഹ റബ്ബി നസ്ഫ, ആ പർവ്വതങ്ങളെയൊക്കെ അവൻ ധൂളികളായി പറത്തിക്കളയും, പൊടിപടലങ്ങളാക്കി മാറ്റി അതിന് പൂർണ്ണമായിട്ട് രൂപമാറ്റം വരുത്തും. എന്നിട്ട് ഭൂതലം വിശാലമായ ഒരു മൈതാനമായി, നിരപ്പായ ഒരു മൈതാനമായി മാറും. അവിടെ യാതൊരു വിധത്തിലുള്ള വളവോ തിരിവോ കുന്നോ കുഴിയോ ഒന്നും കാണാൻ സാധ്യമല്ല. അതുപോലെ അന്ന് ജനങ്ങളെയൊക്കെ നയിച്ചു കൊണ്ടുവരുന്ന ഒരു ദാഴി, ഒരു വിളിക്കുന്ന ഒരാള്, ജനങ്ങളെ വിളിച്ചു കൊണ്ടുവരുന്ന ആ ആളുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ആളുകളൊക്കെ തന്നെ അയാളെ പിന്തുടർന്നുകൊണ്ട് എല്ലാവരും ഒരു ദിശയിൽ അങ്ങനെ മുന്നിട്ട് വരികയാണ് ചെയ്യുക. അന്ന് ആ വിളിച്ചുകൊണ്ട് അവരെ ഒരുമിപ്പിച്ചു കൂട്ടുന്ന ആളുടെ ദിശയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും തെന്നി മാറാനോ ഒഴിഞ്ഞു മാറാനോ ഒന്നും അവർക്കാർക്കും സാധ്യമല്ല. സകല ശബ്ദങ്ങളും കരുണാമയനായ അള്ളാഹുവിന്റെ മുന്നിൽ പതിഞ്ഞതായി, വിനയാന്വിതമായി പത്തിമടക്കുന്ന ഒരു സമയമാണത്. അവിടെ നേർത്ത ചില വളരെ പതിഞ്ഞ ശബ്ദങ്ങളല്ലാതെ യാതൊന്നും കേൾക്കാൻ സാധ്യമല്ല. ഇതാണ് നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് വായിച്ച ഭാഗത്ത് വിവരിക്കപ്പെട്ട കാര്യങ്ങളുടെ, ആയാത്തുകളുടെ ചുരുക്കം. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ നോക്കുക. യൗമ ഇദിൻ, ആ നാളിൽ, ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറദിയ ലഹു ഖൗല. മനുഷ്യന്റെ ഒരു പ്രതീക്ഷ അവശേഷിക്കുന്നത് എന്തിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പാപികളായ, കുറ്റവാളികളായ, അള്ളാഹു നൽകിയ ബുദ്ധിപരവും ദൈക്ഷണികവും ഒക്കെയായ കഴിവുകളെ പ്രയോജനപ്പെടുത്തി സത്യം കണ്ടെത്തി ആ സത്യമാർഗത്തിൽ പിന്തുടരാൻ സന്നദ്ധരാകാതിരുന്ന ആളുകൾ, അവരാണ് ഈ പാപികൾ. പാപഭാരവും പേറി വരുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഭൂമുഖത്ത് അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെയായ പലരുമായുമുള്ള ബന്ധത്തിന്റെ പേരിൽ അവർക്ക് പല പ്രയോജനവും ലഭിച്ചിട്ടുണ്ടാവാൻ ഇടയുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ ശുപാർശകളൊക്കെ നടത്തിയിട്ടുണ്ടാവും. പലർക്കും പല ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നതും വലിയ സൗഭാഗ്യങ്ങളിലേക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്നതും ഒക്കെ തന്നെ ഇത്തരം ചിലരുടെ ശുപാർശകൾ കൊണ്ടാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഈ പാപികളുടെയും കുറ്റവാളികളുടെയും ഒക്കെ തന്നെ പ്രതീക്ഷയും അങ്ങനെ ആരെങ്കിലുമൊക്കെ തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നതായിരിക്കും. അള്ളാഹുവിന്റെ മുന്നിൽ സകല ശബ്ദങ്ങളും കെട്ടടങ്ങുന്ന ആ നാളിൽ തങ്ങൾ എത്ര കാലം ഭൂമുഖത്ത് കഴിഞ്ഞു എന്നതിനെ കുറിച്ച് തന്നെ വളരെ വളരെ ചുരുങ്ങിയൊരു കാലം മാത്രമേ തങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് കരുതുന്ന ആ ആളുകൾ അവരുടെ പാപഭാരങ്ങളുടെ ഭാണ്ഡങ്ങളും പേറിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ നാളിൽ തങ്ങളുടെ കർമ്മങ്ങളുടെയും നിലപാടുകളുടെയും പേരിൽ വലിയ അപചയം ഏറ്റുവാങ്ങാൻ പോകുന്നു എന്ന ആ തിരിച്ചറിവുണ്ടാകുമ്പോൾ അവരുടെ മനസ്സുകളിൽ ഒരു പക്ഷേ ഓടിയെത്തുന്ന ഒരു സാധ്യതയായിരിക്കണം ഷഫാഅത്ത് എന്നത്. ഷഫാഅത്ത് എന്ന് പറഞ്ഞ ശുപാർശയാണ്. അള്ളാഹുവിന്റെ അടുക്കല് തങ്ങൾക്ക് വേണ്ടി അനുകൂലമായ വിധി ഉണ്ടാവാൻ, തങ്ങൾക്ക് അനുകൂലമായി അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകാൻ വേണ്ടി തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ആളുകളുടെ അള്ളാഹുവിനോടുള്ള ശുപാർശ. ഇതാണ് ഇന്റർസെഷൻ എന്നോ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്നൊക്കെ പറയുന്ന സംഗതി. ഈ ആളുകൾക്ക് വേണ്ടി ചിലരൊക്കെ ശുപാർശ ചെയ്യാനിടയുണ്ട് എന്ന ഒരു കണക്കുകൂട്ടലാണ് സ്വാഭാവികമായിട്ടും മറ്റൊരു കാര്യത്തിലും പ്രതീക്ഷയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയായിട്ട് ഉണ്ടാവുക.
എന്നാൽ അള്ളാഹു അതിനെക്കുറിച്ച് പറയുകയാണ്, യൗമ ഇതിൻ ലാ തൻഫഉ ശഫാഅ, ശുപാർശ പ്രയോജനം ചെയ്യുകയേ ഇല്ല. ആ നാളിൽ ശുപാർശ ഫലപ്രദമാവുകയില്ല. ആളുകൾ ശുപാർശ ചെയ്യാനൊക്കെ വന്നെന്ന് വരും, പക്ഷെ ശുപാർശ ചെയ്യുക എന്നത്, അതിന് ഫലപ്രാപ്തി ഉണ്ടാവുക എന്നത് അസംഭവ്യമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. യൗമ ഇതിൻ ലാ തൻഫഉ ശഫാഅത്തു, ഒരു ശുപാർശയും അന്ന് ഫലം കാണുകയില്ല, ഉപകാരപ്പെടുകയില്ല, പ്രയോജനപ്പെടുകയില്ല. ഇല്ലാമൻ അദിന ലഹുർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബ് അനുമതി കൊടുത്തവരുടെ കാര്യത്തിലല്ലാതെ. ചില ആളുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതിന് അള്ളാഹു ചിലർക്ക് അനുവാദം നൽകും. അങ്ങനെ അനുവാദം നൽകപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണോ അവരുടെ കാര്യത്തിലല്ലാതെ മറ്റൊരാൾക്കും ശുപാർശ പ്രയോജനം ചെയ്യുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മാത്രമല്ല വറളിയ ലഹു ഖൗല, അവന്റെ കാര്യത്തിൽ അവന്റെ സംസാരം അള്ളാഹു തൃപ്തിപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം ശുപാർശ ചെയ്യാൻ അവസരം ഉണ്ടാവും. അപ്പൊ ആരുടെ കാര്യത്തിലാണ് ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുമതി നൽകുന്നത്? അങ്ങനെ അയാൾക്ക് വേണ്ടി ഈ ശുപാർശകൻ എന്താണ് പറയുന്നത്, ഇത് അള്ളാഹുവിന് തൃപ്തികരമായി മാറുന്നുവെങ്കിൽ അയാളുടെ കാര്യത്തിൽ ഒരു പക്ഷേ ശുപാർശ നടന്നെന്ന് വരും. അല്ലാത്തൊരാളുടെയും കാര്യത്തിൽ ശുപാർശ സാധ്യമല്ല, അത് ഫലമുള്ളതാവുകയില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ആളുകൾ ശുപാർശയിൽ പ്രതീക്ഷ വെക്കുകയാണ്. വേറെ ഒന്നും ഫലിക്കാതിരിക്കുമ്പോ, വേറെ ഒരു വഴിയും ഇല്ലാതെയാകുമ്പോ ശുപാർശ തങ്ങൾക്ക് സഹായകമായി മാറിയെങ്കിലോ എന്നൊരു പ്രതീക്ഷ ആളുകളിൽ അവശേഷിക്കുന്നുണ്ടാവും. എന്നാൽ അത്തരം പ്രതീക്ഷകളെ അസ്ഥാനത്താക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. യൗമ ഇതിൻ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറളിയ ലഹു ഖൗല. കാരുണ്യവാനായ റബ്ബ്, ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അള്ളാഹു എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആനിൽ പലയിടത്തായിട്ട് ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അർ റഹ്മാൻ എന്നത്. അതിന്റെ ഒരു യുക്തി തലവും ഞാൻ പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. കാരുണ്യവാനായ നാഥൻ ആർക്കും എന്തിനും ഉണ്മ നൽകി എന്നത് തന്നെ അവന്റെ കരുണയുടെ ഒരു പ്രകടനമാണ്. അവന്റെ അനുഗ്രഹമുടയവനാണ് എന്നതിന്റെ ഒരു പ്രകടനമാണ് അവൻ ചേതനവും അചേതനവുമായ സംഗതികൾക്കൊക്കെ തന്നെ ഉണ്മ നൽകി എന്ന്. അതുകൊണ്ട് തന്നെ ഖാലിഖ് എന്നതിന് പകരമായി, റബ്ബ് എന്നതിന് പകരമായി, അള്ളാഹു എന്നതിന് പകരമായി വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ഉപയോഗിച്ച് കാണുക അർ റഹ്മാൻ എന്ന പ്രയോഗമാണ്. കരുണാമയനായ നാഥൻ ആർക്കു വേണ്ടി ശുപാർശ ചെയ്യുന്നതിനാണോ അനുമതി നൽകുന്നത്, അങ്ങനെ അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ആള് പറയുന്ന വാചകം അവന് അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതായി മാറുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ശുപാർശക്കായിട്ടുള്ള ആ സംസാരം അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധത്തിലാവുന്നുവെങ്കിൽ ശുപാർശ നടന്നെന്ന് വരും. അന്ത്യനാളില്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ശഫാഅത്തിനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രിവിലേജ് നൽകപ്പെട്ടിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. എല്ലാ നമസ്കാരത്തിനും വേണ്ടിയുള്ള വിളി അദാൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്തി മുഹമ്മദിൻ റസൂലഹു അൽ വസീലത വൽ ഫദീല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഉന്നതമായ പദവികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, അത് നീ പാഴാക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ വാഗ്ദാനം നീ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പുലർത്തണം എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ വാചകങ്ങളുടെ ഭാഗമാണ്.
ഈ വിശിഷ്ടമായ സ്ഥാനവും പദവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഒരു പ്രത്യേകമായ പ്രിവിലേജ് ആണ് തന്റെ അനുയായികൾക്കായിട്ട് ശഫാഅത്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നത്. അള്ളാഹുവിന്റെ അടുക്കല് ശുപാർശ ചെയ്യാനുള്ള ഒരു അനുമതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകുന്നു എന്നത്. പക്ഷെ അത് സ്വതന്ത്രമായ വിധത്തില് അൺകണ്ടീഷണൽ ആയിട്ട് ശഫാഅത്ത് ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമല്ല. ആർക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നുവെങ്കിൽ അത് ആദ്യം അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള അനുമതി കിട്ടിയിട്ടാവണം. ആർക്ക് വേണ്ടിയാണോ ശഫാഅത്ത് ചെയ്യുന്നത് അങ്ങനെ ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കണം. അതുപോലെ ശഫാഅത്ത് അള്ളാഹുവിന്റെ ഔലിയാന്, അള്ളാഹുവിനോട് വളരെ അടുത്ത സാമീപ്യം ലഭിച്ച ആളുകള് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന ശഫാഅത്തിന്റെ ഒരു സാധ്യത. അതുപോലെ മലക്കുകള് മനുഷ്യരുടെ കൂട്ടത്തിലെ ചിലർക്കായിട്ട് ശഫാഅത്ത് നടത്തുന്നത്. ഇങ്ങനെയൊക്കെയാണ് ശഫാഅത്തിന്റെ സാധ്യതകൾ. പക്ഷെ ഈ ശഫാഅത്തുകൾ ഒന്നും തന്നെ നിർവഹിക്കാൻ സാധ്യമല്ല. ആരുടെ കാര്യത്തിലാണോ ശഫാഅത്തിന് വേണ്ടി അംബിയാ മുർസലുകളോ അള്ളാഹുവിന്റെ ഔലിയാകളോ അല്ലെങ്കിൽ മലായികത്തോ ശഫാഅത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് അവരുടെ കാര്യത്തിൽ ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വേണം. എന്തുകൊണ്ടാണ് അള്ളാഹു ശഫാഅത്ത് ചെയ്യുന്നതിനുള്ള ഈ അവസരം നിയന്ത്രിതമാക്കി വെച്ചത് എന്നത് ആലോചിക്കാവുന്നതാണ്. മനസ്സിലാക്കാൻ പറ്റുന്നത്, അംബിയാകളായാലും ഔലിയാകളായാലും മലായികത്തായാലും ഇവർക്കൊന്നും തന്നെ ആർക്കു വേണ്ടിയാണോ ശഫാഅത്ത് ചെയ്യുന്നത് ആ ആളുകളുടെ ഉള്ളുകള്ളികൾ അറിയണമെന്നില്ല. അവരുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ സൂക്ഷ്മ തലങ്ങൾ, അവര് സ്വീകരിച്ച ജീവിതത്തിലെ നിലപാടുകൾ, ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവരുടെ നിലപാടുകൾ കാരണമായും അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായും അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അനുവദനീയമാവുമോ എന്നത് തീരുമാനിക്കാൻ ഈ ആളുകൾക്ക്, ശഫാഅത്ത് ചെയ്യുന്ന ഷഫീഅകൾക്ക് അല്ലെങ്കിൽ ശുഫാഅന് അറിയാൻ സാധിക്കുകയില്ല. ആ തലം മറഞ്ഞു കിടക്കുന്ന ഗൈബിയായ അത്തരം കാര്യങ്ങൾ അറിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് ആരെങ്കിലും അംബിയാകളുടെ കൂട്ടത്തില്, ഔലിയാകളുടെ കൂട്ടത്തില്, അതുപോലെ മലായികത്തുകളുടെ കൂട്ടത്തിലൊക്കെ ആരെങ്കിലും അള്ളാഹുവിനോട് ആർക്കെങ്കിലും വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നുവെങ്കിൽ ആ ശഫാഅത്തിനുള്ള അർഹത അവർക്കുണ്ട് എന്നത് അവർക്ക് ഉറപ്പിച്ച് തീരുമാനിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടായിരിക്കണം അള്ളാഹു ആർക്കു വേണ്ടിയാണോ ശഫാഅത്ത് ചെയ്യേണ്ടത് ആ ആളുകൾക്ക് പ്രത്യേകമായിട്ട് അനുമതി നൽകണം. അവരുടെ കാര്യത്തിൽ ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി നൽകണം. മാത്രവുമല്ല, അള്ളാഹുവിനോട് പറയുന്ന ഖൗല്, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതിന് വേണ്ടി അവര് നടത്തുന്ന സംസാരം, അത് അള്ളാഹുവിന് തൃപ്തികരമായതാവുകയും വേണം. വറളിയ ലഹു ഖൗല, അവന്റെ കാര്യത്തില് ആ സംസാരം തൃപ്തികരമായതായി മാറണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ശഫാഅത്ത് ഫലപ്രദമാവുക. അത് ഒരു കാരണവശാലും ശിക്ഷ അർഹിക്കുന്ന, ന്യായമായിട്ടും ശിക്ഷ നൽകപ്പെട്ടേ തീരൂ എന്നത് ദൈവിക നീതിബോധത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ആളുകളുടെ കാര്യത്തിൽ ഒരിക്കലും തന്നെ ശഫാഅത്ത് നിർവഹിക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ നീതിബോധത്തിന്റെ മുന്നില് ശിക്ഷ തീർച്ചയായിട്ടും ലഭിക്കേണ്ടതുണ്ട് എന്ന വിധത്തിലുള്ള ആളുകളുടെ കാര്യത്തിൽ ഇത്തരം ശുപാർശകളൊന്നും ഫലപ്രദമാകാൻ പോകുന്നില്ല. അതിന് അനുമതി നൽകപ്പെടുകയുമില്ല. അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയുമില്ല. ഇതാണ് കാര്യം. അപ്പോ ആളുകൾ വലിയ പ്രതീക്ഷ അർപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ശഫാഅത്ത്. യൗമ ഇദിൻ ലാ തൻഫഉ ശഫാഅത്തു
എന്നാൽ ആ നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ അതിഭീകരമായ ആ നാളിൽ ശഫാഅത്ത് പ്രയോജനം ചെയ്യുകയില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു, കാരുണ്യവാൻ ആരുടെ കാര്യത്തിലാണോ അനുമതി നൽകിയിട്ടുള്ളത് അവർക്കല്ലാതെ. വറളിയ ലഹു ഖൗല, അവർക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ആരുടെ കാര്യത്തിലാണോ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുള്ളത് അവരുടെ കാര്യത്തിൽ മാത്രമാണ് ശഫാഅത്ത് പ്രയോജനം ചെയ്യുക. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ പിന്നിട്ട കാലം അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതുപോലെ അവരുടെ മുന്നോട്ടുള്ള കാലവും അവന് നന്നായിട്ട് അറിയാം. അവരുടെ ഭൂതകാലവും അവരുടെ ഭാവി കാലവും നന്നായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ ആർക്കു വേണ്ടി ശുപാർശ ചെയ്യുന്നു എന്നത്, അവരതിന് അർഹതയുള്ളവരാണോ എന്നത് അള്ളാഹുവിനറിയാം. കാരണം അവരുടെ മാ ബൈന ഐദീഹിം, അവരുടെ മുന്നിലുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവിയിലുള്ള കാര്യങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു. വമാ ഖൽഫഹും, അവരുടെ പുറകിലുള്ള എന്ന് പറഞ്ഞാൽ അവര് പിന്നിട്ട കാലം, അവരുടെ ഭൂതകാലം, അതും നന്നായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരുടെ കാര്യത്തിൽ ശഫാഅത്ത് പാടുണ്ട്, ആരുടെ കാര്യത്തിൽ പാടില്ല എന്നത് കൃത്യമായിട്ട് അള്ളാഹുവിന് അറിയാം. വലാ യുഹീതൂന ബിഹി ഇൽമ, മാത്രവുമല്ല ഇവരോ ബാക്കിയുള്ള ആളുകളോ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അവന്റെ ജ്ഞാന ലോകത്തെ കുറിച്ച് അറിയുകയുമില്ല. അള്ളാഹുവിന് ഇവരുടെ ഭൂതകാലവും അറിയാം, ഭാവി കാലവും അറിയാം. എന്നാൽ ഇവർക്കോ അള്ളാഹുവിന്റെ ജ്ഞാനപരമായ സാധ്യതകളെ കുറിച്ച് അറിയുകയുമില്ല. അള്ളാഹുവിനെ കുറിച്ച് ഇവർക്ക് സൂക്ഷ്മമായിട്ട് അറിയില്ല. അള്ളാഹുവിന് എന്തൊക്കെ അറിയും എന്ന കാര്യം പോലും ഇവർക്ക് അറിയില്ല. എന്നാൽ ഇവരുടെ ഭൂതകാലം അള്ളാഹുവിന് നന്നായിട്ട് അറിയാം, അവരുടെ ഭാവി കാലവും അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ഖുർആന്റെ പ്രയോഗത്തിലെ യഅലമു മാ ബൈന ഐദീഹിം എന്ന ആ പ്രയോഗത്തില് ഭാവി മാത്രമല്ല വർത്തമാനവും പെടും. രണ്ട് കൈകൾക്കിടയിലുമുള്ളത്, അവരുടെ കൈകൾക്കിടയിലുള്ളത് എന്നാണ് ആ പ്രയോഗത്തിന്റെ ഭാഷാപരമായ അർത്ഥം. സൂചിപ്പിക്കുന്നത് അവരുടെ മുന്നോട്ടുള്ള കാലം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, വർത്തമാനവും ഭാവിയും അടങ്ങിയ അവരുടെ മുന്നിലുള്ള കാലം. കാലത്തിനെ രണ്ട് യൂണിറ്റ് ആയിട്ട് അള്ളാഹു വിഭജിക്കുകയാണ്. വമാ ഖൽഫഹും, അവരുടെ പിന്നിട്ട കാലം, പുറകിലുള്ള കാലം. അപ്പൊ അവരുടെ മുന്നിലുള്ള കാലവും പിന്നിലുള്ള കാലവും അത് നന്നായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. എന്നാൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച്, പ്രത്യേകിച്ച് അവന്റെ ഇൽമിനെ കുറിച്ച്, ഇൽമിന്റെ കാര്യത്തില് അവർക്ക് എന്തറിയാം? വലാ യുഹീതൂന ബിഹി ഇൽമ, അറിവിന്റെ കാര്യത്തിൽ അവർക്ക് അള്ളാഹുവിനെ വലയം ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ എല്ലാ തലത്തിലും അറിയാം എന്ന, മനസ്സിലാക്കാം എന്ന ഒരു സാധ്യത അവർക്കില്ല. ഇൽമിന്റെ കാര്യത്തിൽ അവർക്ക് അള്ളാഹുവിനെ വലയം ചെയ്യാൻ സാധ്യമല്ല എന്നാണ് ഭാഷാപരമായി ആ പ്രയോഗം സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന് ഇവരെ കുറിച്ച് അവരുടെ ഭൂതവും വർത്തമാനവും, അല്ലെങ്കിൽ ഭൂതവും വർത്തമാനവും ഭാവിയും അടങ്ങിയ ഘട്ടങ്ങൾ നന്നായിട്ട് അറിയാം. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് അതൊന്നും അറിയുകയുമില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിഹി ഇൽമ. അഹാത്ത ബിഹി ഇൽമ എന്ന് പറഞ്ഞാൽ അറിവിന്റെ കാര്യത്തില് അള്ളാഹുവിനെ അവര് വലയം ചെയ്തു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവിന്റെ മുഴുവൻ സാധ്യതകളും എത്രത്തോളമാണ് എന്നത് അവർക്കറിയാൻ കഴിയുക എന്നതാണ് അതിന്റെ സൂചന. അതല്ലെങ്കിൽ അള്ളാഹുവിനെ അറിയുക എന്ന വിധത്തിൽ വലയം ചെയ്യുക അവർക്ക് സാധ്യമല്ലതാണ്. വഅനത്തിൽ വുജൂഹു, മുഖങ്ങളൊക്കെ, ശിരസ്സുകളൊക്കെ വിനയാന്വിതമായി അവന്റെ മുന്നിൽ കീഴടങ്ങുന്നു. ആ നാളിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് ധിക്കാരിയുടെ ശിരസ്സും അന്ന് അള്ളാഹുവിന്റെ മുന്നിൽ
വിനയത്തോടുകൂടി കുനിഞ്ഞു നിൽക്കും. ഏത് മുഖവും അവന്റെ മുന്നിൽ സമർപ്പിച്ച വിധത്തില് ആ സമർപ്പിതമായ ആ വിനയം കാണിച്ചുകൊണ്ടാണ് നിലകൊള്ളുക. വഅനത്തിൽ വുജൂഹു, ആർക്കാണ് മുഖങ്ങൾ കീഴ്പ്പെടുന്നത്? ലിൽ ഹയ്യിൽ ഖയ്യൂം, എന്നെന്നും നിലനിൽക്കുന്ന എന്നെന്നും ജീവിക്കുന്നവനായ, എല്ലാറ്റിനും ഉണ്മ നൽകുന്ന, എല്ലാറ്റിനും നിലനിൽപ്പ് നൽകുന്ന ഖയ്യൂമായ അള്ളാഹുവിന്റെ മുന്നിൽ സകല മുഖങ്ങളും കീഴ്പ്പെട്ടതായിരിക്കും ആ നാളിൽ. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. അൽ ഹയ്യ് അൽ ഖയ്യൂം, ഈ രണ്ട് വാക്കുകൾ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ നിത്യതയിൽ ജീവിക്കുന്നവൻ, ഭാവി ഭൂത വർത്തമാനം എന്നില്ലാത്ത വിധത്തില് സമയത്തെ ഭേദിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂതമോ വർത്തമാനമോ ഭാവിയോ ഇല്ല, അവൻ നിത്യതയിലാണുള്ളത്. ആ നിത്യതയുടെ ഉണ്മയുള്ളവനാണ് അള്ളാഹു, അവനാണ് ഹയ്യ്. അതുപോലെ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നേരെ നിർത്തുന്നവൻ, എല്ലാറ്റിനും നിലനിൽക്കാനുള്ള, അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും ഊർജവും ഒക്കെ പകരുന്നവൻ അള്ളാഹുവാണ്. അവനാണ് ഖയ്യൂം എന്ന് പറയുന്നത്. അതിന്റെ റൂട്ട് വേർഡ് ഖാമ എന്നാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഖവ്വാം എന്ന വാക്കൊക്കെ വരുന്നത്. സ്ത്രീകളുടെ ഖവ്വാമാണ് പുരുഷന്മാർ എന്ന് ഖുർആൻ പറയുന്നത് ശ്രദ്ധിച്ചു കാണും. ഖയ്യൂം എന്നത് അതിന്റെ വേറൊരു രൂപമാണ്. എല്ലാറ്റിനെയും അതിന്റെ അസ്തിത്വവും ഉണ്മയും നൽകിയിട്ട് നിലനിർത്തുന്നവൻ ആണ് അൽ ഖയ്യൂം. അപ്പോ അൽ ഖയ്യൂമും അൽ ഹയ്യുമായ അള്ളാഹുവിന്റെ മുന്നിൽ സകല മുഖങ്ങളും കീഴ്പ്പെട്ട് വിനയാന്വിതരായിക്കൊണ്ട് സ്വയം സമർപ്പിച്ചവരായിരിക്കുന്നു ആ നാളിൽ. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമ. അന്ന് അതിക്രമം അല്ലെങ്കിൽ അന്യായം ചെയ്തതിന്റെ പാപഭാരം പേറുന്നവൻ ശരിക്കും പരാജിതൻ തന്നെയാണ് എന്നാണ് അള്ളാഹുവോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. വഖദ് ഖാബ മൻ ഹമല ദുൽമ, അധർമ്മത്തിന്റെ ഭാരം പേറി വരുന്നവൻ ആ നാളിൽ ലാലിം എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആള്, അവൻ ലുൽമിന്റെ ഹിംലും വിസുറും ഒക്കെയാണ് പേറിക്കൊണ്ട് വരുന്നത്. വഖദ് ഖാബ മൻ ഹമല ലുൽമ, ലുൽമ അക്രമം അല്ലെങ്കിൽ അധർമ്മം, അനീതി, അത് പേറിക്കൊണ്ടുവരുന്ന ആള് അവൻ തീർത്തും പരാജിതൻ തന്നെയാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി വഹുവ മുഅ്മിൻ. എന്നാൽ ഇതൊരു കൂട്ടരുടെ അവസ്ഥയാണെങ്കിൽ വിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധരായ ആളുകളുടെ കാര്യത്തിൽ ഫലാ യഖാഫു ദുൽമൻ വലാ ഹദ്മ, വിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മ നിരതരായ ആളുകൾ, അവർക്ക് ഒരു വിധത്തിലുള്ള അനീതിയും ഭയപ്പെടേണ്ടതില്ല, എന്തെങ്കിലും അവർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും എന്ന ഭീതിയും വേണ്ട. അപ്പോ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ, അവരുടെ കാര്യത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞ ലാലിമുകളുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ബിസർ ഹിംല് ഒക്കെ, ലുൽമിന്റെ ഹിംലും ബിസറും ഒക്കെ പേറി വരുന്ന, നീലിച്ച കണ്ണുകളുമായി കടന്നു വരുന്ന പ്രത്യക്ഷപ്പെടുന്ന ആളുകളുടെ കാര്യത്തിലുള്ള പരിണിതി നമ്മൾ ഇതിനകം മനസ്സിലാക്കി. എന്നാൽ സത്യവിശ്വാസികളായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതില് നിരതരായ ആളുകൾ, അത്തരം ആളുകൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഭീതിയും വേണ്ടതില്ല. രണ്ട് കാര്യങ്ങളാണ് ഭയപ്പെടേണ്ട എന്ന് ഇവിടെ പറയുന്നത്. ഒന്ന് ലുൽമാണ്. ലുൽമ എന്ന് പറഞ്ഞാൽ അനീതി, അക്രമം. അവരോട് എന്തെങ്കിലും അക്രമം ചെയ്യപ്പെടും എന്ന ഭയം അവർക്ക് വേണ്ട. എല്ലാം നീതിപൂർവകമായിട്ടാണ് തീരുമാനിക്കപ്പെടുക. അതുകൊണ്ട് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ എന്തെങ്കിലും വിധത്തിലുള്ള ദുൽമിന് ഇരയാകും, അനീതിക്കോ അക്രമത്തിനോ ഇരയാകും എന്ന ഭയം അവർക്ക് വേണ്ട.
വലാ ഹളുമ. ഹളുമ് എന്ന് പറഞ്ഞാൽ അവകാശം നിഷേധിക്കപ്പെടുക എന്നതാണ്. ളുൽമ് എന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെടുക എന്നതാണ്. അപ്പൊ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ അവർക്ക് ഭീതി വേണ്ട. അവകാശങ്ങൾ അവർക്ക് അർഹതപ്പെട്ടത് നൽകപ്പെടാതിരിക്കുന്നു എന്ന ഒരു ഭയവും അവർക്ക് വേണ്ട. അപ്പോൾ ളുൽമും ഹളുമും ഭയപ്പെടേണ്ടതില്ല ഈമാനോടെ അമൽ സാലിഹാത്തില് നിലക്കൊണ്ട ആളുകളുടെ കാര്യത്തില് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ത്വാഹയിലെ മൂസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ കഥാകഥനം നിർവഹിച്ചതിന് ശേഷം സൂറത്തിന്റെ അവസാനത്തിലുള്ള ആശയസമ്പുഷ്ടമായ ഗാംഭീര്യമുള്ള വരികളാണ്, ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ നിർമ്മലമാക്കി മാറ്റാൻ കഴിയുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.